ഏകദേശം 750 വർഷക്കാലം കേരളത്തിലെ കോഴിക്കോട് ഉൾപ്പെടുന്ന മലബാറിൻ്റെ തെക്കേ പകുതി ഭരിച്ചിരുന്ന ഭരണാധികാരികളായിരുന്നു സാമൂതിരിമാർ. നെടിയൊരുപ്പ് സ്വരൂപം എന്നാണ് അറിയപ്പെടുന്നത് ഇവരുടെ വംശം. കുന്നല കോനാതിരി എന്നും അവർ അറിയപ്പെട്ടിരുന്നു. ഏറാടിമാർ എന്നുകൂടി അറിയപ്പെട്ടിരുന്ന ഇവർക്ക് ചേരമാൻ പെരുമാളിൽ നിന്നും നാടുവാഴി സ്ഥാനം ലഭിച്ചതായി പറയപ്പെടുന്നു. മാനവിക്രമൻ, മാനവേദൻ എന്നിങ്ങനെ ഓരോ സാമൂതിരിമാരുടെയും പേരുകൾ മാറി മാറി വന്നിരുന്നു. പോർച്ചുഗീസുകാർ വാസ്കോഡിഗാമയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ എത്തിച്ചേർന്നത് ഒരു മാനവിക്രമൻ സാമൂതിരിയുടെ കാലത്താണ്, ഏകദേശം 1498. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം ഒരു ഭൂപ്രദേശം ഭരിച്ചിരുന്നവരാണ് സാമൂതിരിമാർ. കോഴിക്കോട് ആസ്ഥാനമായി നിന്നുകൊണ്ട് പൊന്നാനിത്തുറയുടെയും ഭാരതപ്പുഴയുടെയും അതിനു തെക്കുള്ള പ്രദേശങ്ങളുടെയും അധീശത്വം നേടാനുള്ള പരിശ്രമങ്ങൾ സാമൂതിരിമാർ നിരന്തരമായി നടത്തിപ്പോന്നു. ഭരിക്കുവാനുള്ള അവകാശം ചേരമാൻ പെരുമാളിൽ നിന്നും ലഭിച്ചു എന്ന് പറയപ്പെടുന്ന സാമൂതിരിമാർ തുറമുഖങ്ങൾ വഴിയുള്ള കച്ചവടത്തിലൂടെ മധ്യകാല കേരളത്തിൽ ഏറ്റവും തിളക്കമേറിയ ചരിത്രം സൃഷ്ടിക്കാൻ കഴിഞ്ഞു. എല്ലാ രാജാക്കന്മാരെയും പോലെ സ്ഥാനപ്പേരിലും വളരെ കമ്പമുള്ളവരായിരുന്നു സാമൂതിരിമാരും. പൂന്തുറക്കോൻ, കുന്നല കോനാതിരി, സമുദ്രാധീശൻ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്നതും കൂടാതെ പിൻകാലത്ത് ശ്രീമദ് സകുല ഗുണസമ്പന്നരാന, സകലധർമ്മ പരിപാലകരാന, അഖണ്ഡിത ലക്ഷ്മി പ്രസന്നരാന, മഹാമേരു സമാനധിരാന, മിത്രജന മനോരഞ്ജിതരാന, രാജമാന്യ രാജശ്രീ കോഴിക്കോട് മാനവിക്രമ സാമൂതിരി മഹാരാജാവ് എന്നും കൂടി അവർ സ്ഥാനപ്പേര് സ്വീകരിച്ചു. 1347 സാമൂതിരി ഭരണം തുടങ്ങിയതെന്ന് ചില ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നു. അവസാനത്തെ ചേര രാജാവായ ചേരമാൻ പെരുമാൾ പെരുന്തുറയിൽ നിന്നു വന്ന മാനിച്ചനും വിക്കിരനും കൊക്കോയിക്കോടും ചുള്ളിക്കാടും ദാനം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. സാമൂതിരിമാർ ആദ്യം ഏറാടിമാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഏറനാടിൻ്റെ ഉടയവർ എന്നും പരാമർശിച്ചു കാണുന്നുണ്ട്. ഓളനാടിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളാണ് ഇത്. അക്കാലത്ത് ഇന്നത്തെ കോഴിക്കോടിന് ചുറ്റുമുള്ള പ്രദേശം പയ്യനാട്, ഓളനാട്, ഊയിനാട് എന്നിങ്ങനെ 3 നാടുകളായാണ് അറിയപ്പെട്ടിരുന്നത്. പോലൂർ, പൊലിയൂർ, ചെല്ലൂർ, ചേവൂർ എന്നിങ്ങനെ കോഴിക്കോട് പട്ടണത്തിന് ചുറ്റുമുണ്ടായിരുന്ന 22 ഊരുകൾ ചേർന്നതായിരുന്നു പോളനാട്. ക്രിസ്തുവർഷം 1422 മുമ്പ് ഒരു രേഖകളിലും സാമൂതിരി എന്ന പേർ ഇല്ല. മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ ദൂതനായ ഇബ്നു ബത്തൂത്ത 1342 1347 ഇടയ്ക്ക് 3 തവണ കോഴിക്കോട് സന്ദർശിച്ചിട്ടുണ്ട്. കുന്നല കോനാതിരി എന്നോ പൂന്തുറേശൻ എന്നോ ആണ് പരാമർശിച്ചു കാണുന്നത്. എന്നാൽ 1422 പേർഷ്യൻ രാജാവിൻ്റെ ദൂതനായ അബ്ദുൽ റസാഖ് സാമൂതിരി എന്ന പേർ ഉപയോഗിച്ചതായി കാണുന്നുണ്ട്. സാമൂതിരി എന്ന പദത്തിൻ്റെ ഉത്ഭവത്തെ പറ്റിയുള്ള 2 സ്രോതസ്സുകളാണ് ഇവ.
1341 പെരിയാറിൽ നദിയിലുണ്ടായ വെള്ളപ്പൊക്കം അന്നത്തെ പ്രധാന വാണിജ്യ കേന്ദ്രമായ മുസിരിസ്, ഇന്നത്തെ കൊടുങ്ങല്ലൂർ തുറമുഖത്തെ നശിപ്പിച്ചപ്പോൾ മറ്റു ചെറിയ തുറമുഖങ്ങൾക്ക് പ്രാധാന്യം ഏറി. അറബികളും മൂറുകളും കോഴിക്കോട് പ്രദേശത്തേക്ക് പ്രവർത്തന മേഖല മാറ്റി. ചാലിയത്തും ബേപ്പൂരും എന്നിവിടങ്ങളിലും കേന്ദ്രീകരിച്ച അറബികളും മുസ്ലിങ്ങളുമായും ഉള്ള വ്യാപാരത്തിൽ മേൽനോട്ടക്കാരായതിനാൽ ഏറാടിമാർ അവരുമായി അടുപ്പത്തിലായിരുന്നു. ഏറാടിമാരുടെ മേൽക്കോയ്മ അവർ അംഗീകരിച്ചു പോരുകയും ചെയ്തു. 1503 സാമൂതിരി കൊച്ചി ആക്രമിച്ചു. ഇതിനു ശേഷമാണ് പോർച്ചുഗീസുകാർക്ക് കൊച്ചി കോട്ട കെട്ടാൻ അനുമതി ലഭിച്ചത്. കൊച്ചിയിൽ നിന്ന് കുരുമുളക് ലഭിച്ചിരുന്ന അതേ വിലക്ക് പോർച്ചുഗീസുകാർക്ക് നൽകാൻ സാമൂതിരിയും തയ്യാറായി. കൊച്ചിക്കെതിരെ യുദ്ധത്തിൽ പകരം സാമൂതിരിയെ സഹായിക്കാമെന്ന് പോർച്ചുഗീസുകാർ വാഗ്ദാനം ചെയ്തു. എന്നാൽ സാമൂതിരിയുമായി രമ്യതയിൽ അധികകാലം കഴിയാൻ അവർക്ക് സാധിച്ചില്ല. 1525 കോഴിക്കോട്ടെ പറങ്കിക്കോട്ട സാമൂതിരി തകർത്തു. പകരം പോർച്ചുഗീസുകാർ 1531 ചാലിയത്ത് കോട്ട സ്ഥാപിച്ചു. 1571 സാമൂതിരി ഈ കോട്ടയും തകർത്തു. ഇതിനുശേഷം ഒരു വിദേശ കോട്ടയും കോഴിക്കോട് 1766 സാമൂതിരിയുടെ തകർച്ച വരെ ഉണ്ടായിട്ടില്ല. ഇതു ചരിത്രമാണ്. സാമൂതിരി പാലക്കാടിനെ കീഴടക്കാൻ ആക്രമിച്ചപ്പോൾ പാലക്കാട് രാജാവ് മൈസൂരിലെ ഹൈദരാലിയുടെ സഹായം അഭ്യർത്ഥിച്ചു. ഹൈദരാലിയുടെ സൈന്യാധിപൻ മഖ്ദൂം അലി 10,000-ഓളമുള്ള പടയുമായി വന്ന് പാലക്കാട് രാജാവിൻ്റെ പടക്കൊപ്പം ചേർന്ന് സാമൂതിരിയുടെ സൈന്യത്തെ തോൽപ്പിച്ചു. യുദ്ധത്തിൽ തോറ്റ സാമൂതിരി തൻ്റെ രാജ്യം ആക്രമിക്കാതിരിക്കാൻ പകരമായി 1 വർഷത്തിനുള്ളിൽ 1,00,000 രൂപ തരാമെന്നേറ്റു. പക്ഷേ പറഞ്ഞ അവധിക്കുള്ളിൽ ധനം സാമൂതിരി കൊടുത്തില്ല. അങ്ങനെ 1 വർഷത്തിനു ശേഷം മൈസൂർ സൈന്യം സാമൂതിരിയെ ആക്രമിച്ച് കോഴിക്കോട് കീഴടക്കുകയും സാമൂതിരി അപമാനഭാരത്താൽ തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. സാമൂതിരിമാരുടെ ഭരണകാലത്തെ പുരാവസ്തുക്കൾ, താളിയോലകൾ, വാളുകൾ തളി ക്ഷേത്രത്തിന് സമീപമുള്ള PKS രാജ സെന്റിനറി ഹാൾ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു.